ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ചോക്കറാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു വയർ ഗിയർ എടുത്തു. വയർ ഗിയറും പേൾസുമാണ് എടുത്തത്. അപ്പോൾ 3 ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള, അതായത് വലിപ്പത്തിലുള്ള പേൾസാണ് എടുത്തത്. അപ്പോൾ ഒരു വയർ ഗിയറിൻ്റെ 2 അറ്റങ്ങളുണ്ടല്ലോ, അപ്പോൾ ആദ്യം ഞാൻ അതിൻ്റെ നടുവിലായിട്ട് ഒരു മുത്ത് കോർത്തിട്ട് പിന്നെ 2 മുത്ത് വീണ്ടും കോർത്തു. അപ്പുറത്തെ അറ്റത്ത് ഒരു മുത്തും കോർത്തു. അപ്പോൾ അതായത് നടുക്ക് ആദ്യം ഒന്ന് കോർത്തു, പിന്നെ ഒരറ്റത്ത് 2 പിന്നെ ഒന്നിൽ 1. എന്നിട്ട് ആ 2 കോർത്തതിൽ മേലത്തെ ഒന്നിൽ കൂടി മറ്റേ നൂലിൻ്റെ അറ്റം വലിച്ച് ടൈറ്റ് ചെയ്ത് മാറ്റിയെടുക്കാം. എന്നിട്ടിത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി അതിൻ്റെ ചെയ്ത ആ ഭാഗം സെല്ലോ ടാപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുത്താൽ ഒരു പിടുത്തം കിട്ടും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് മുത്തുകൾ കോർത്ത് മാല കംപ്ലീറ്റ് ചെയ്യാം. കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് നമ്മളെ സബ്സ്ക്രൈബറിലൊരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെൻ്റെ ഫ്രണ്ടും കൂടിയാണ് കേട്ടോ. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് മാലയ്ക്ക് പകരം ഒരു ചോക്കർ ചെയ്ത് കാണിച്ച് തരാമോ എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഈ വീഡിയോയിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ എടുത്തത് ചെറിയ മുത്താണ്. ഇതിപ്പോൾ അതിനേക്കാളും വലിയ മുത്തുകളാണ് ഞാൻ എടുത്തത്. വലിയ മുത്തുകൾ എടുത്തതിന് ശേഷം 3, അതായത് ഒന്നിൽ 2 പിന്നെ ഒന്നിൽ 1, എന്നിട്ട് 2 കോർത്തയിൽ ആ ഒരു മുത്തുണ്ടല്ലോ അതിൽ കൂടി മറ്റേതിൻ്റെ അറ്റം പാസ് ചെയ്യാം. അത്രേ ഉള്ളൂ. ഇനി വീണ്ടും നമ്മൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. അത് 3 പകരം 4 ആദ്യത്തെ ഒരു സ്ട്രിപ്പിൽ 4 കോർക്കുക, മറ്റേതിൽ നമ്മൾ 3 കോർക്കുന്നത്. അങ്ങനെ കോർത്തിട്ട് 4 ഉള്ള മുത്തിൻ്റെ ആ ഏറ്റവും അവസാനത്തെ അറ്റത്തുള്ളതിനെ കൂടി കോർത്തിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. കഴിഞ്ഞതിലും ചെയ്തതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത്. ചോക്കറാകുമ്പം കുറച്ച് ഫേമായിട്ട് കഴുത്തിൽ ടൈറ്റ് ചെയ്ത് നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വയർ ഗിയർ ഉപയോഗിച്ചത്. അല്ലാത്തവർക്ക് നൂല് കൊണ്ടും ചെയ്യാം. നൂല് കൊണ്ട് ചെയ്താലുള്ള ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് ഞാൻ വീഡിയോൻ്റെ അവസാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും കൂടി കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് മാലയായിട്ട് വേണമെങ്കിൽ മാലയായിട്ട് ചെയ്യാം, അതല്ല ചോക്കറായിട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ ചോക്കറായിട്ടും ചെയ്യാം. ഇനി പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. ആദ്യം 4, 3, പിന്നെ വീണ്ടും നമ്മളിങ്ങനെ ചെയ്യുക 2, 1 ആ രീതി ചെയ്യാം. അപ്പോൾ ഈ രണ്ടാമത് നമ്മൾ ചെയ്യുന്ന 2, 1 എന്നുള്ളതില്ലേ ചെറുത്, അത് വേണമെങ്കിൽ വേറെ സൈസിലുള്ള മുത്തായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പാറ്റേണിൽ കുറച്ചും കൂടി വ്യത്യാസം കിട്ടും. 4, 3 കോർത്തു. എന്നിട്ട് നമ്മൾ 2, 1 ഇതിൽ 2 കോർത്തേ കൂടി മറ്റേ അറ്റം പാസ് ചെയ്യുക. സൂചി നൂലാണെങ്കിൽ ഇതേപോലെ, ഇതിലിപ്പോൾ നമ്മൾ സൂചി നൂലിൻ്റെ ആവശ്യം വരുന്നില്ല. വയർ ഗിയർ ആകുമ്പോൾ നമുക്ക് ഈസിയാണ് വർക്ക് ചെയ്യാൻ. സൂചി നൂലാകുമ്പോൾ ഇതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോസ് നിങ്ങളത് കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. ഇതിനേക്കാളും കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ളൊരു മെത്തേഡാണ്. പക്ഷേ ഇത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു രീതിയാണ്. രണ്ടും പിന്നെ ഞാൻ വൈറ്റ് പേൾ വെച്ച് ചെയ്തതാണ്. നമുക്ക് ഇഷ്ടമുള്ള കളർ പേൾ വെച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു നമുക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ടത്, മാല ചോക്കർ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ലെങ്ത്ത് വേണം, അതിനനുസരിച്ച് നമുക്ക് ഇതിങ്ങനെ കോർത്തുകൊണ്ട് പോയാൽ മതി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഏത് രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത് എന്നുള്ളത്. അതായത് 4, 3 എന്നുള്ളത്, പിന്നെ 2, 1 എന്നുള്ളത്, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം. അങ്ങനെ നമ്മൾ കോർത്തെടുത്ത് അവസാനത്തിൻ്റെ, അതായത് ഏറ്റവും അറ്റത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ചെറിയ മുത്തുകൾ കോർക്കാൻ ശ്രദ്ധിക്കണം. ബാക്കിയൊക്കെ നമുക്ക് ഒരൊറ്റ സൈസിലുള്ള മുത്ത് വെച്ച് ചെയ്യാം. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ആ 2, 1 എന്നുള്ള അതില്ലേ, അത് ചെയ്യുമ്പോൾ വേണമെങ്കിൽ അത് വേറൊരു സൈസിലുള്ള പേളാണെങ്കിൽ പാറ്റേൺ വ്യത്യാസം വരും. അത് എങ്ങനെയാണ്, ആ വ്യത്യാസം എങ്ങനെയാണെന്നുള്ളത് ഞാൻ ആ നൂല് അതുപോലെയാണ് ചെയ്തത്. അത് ഞാൻ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഏകദേശം നമ്മളത് കഴിയാറായി. അപ്പോൾ അവസാനത്തെ അത് ചെറിയ മുത്ത് വെച്ചിട്ട് ഫിനിഷ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ തന്നെ ലീവ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ലീവ് ചെയ്ത് ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്ലവർ പോലെ ചെയ്യാന്നുള്ളതാണ്. അതിന് ഞാനിപ്പോൾ നടുവിലായിട്ട് വേറൊരു പേള്, ഈ നമുക്കിപ്പോൾ ഒരു വലിയ ഹോൾസ് കാണുന്നുണ്ടല്ലോ, ആ ഹോൾസ് കൂടി വലിയൊരു മുത്ത് പാസ് ചെയ്തിട്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് നമ്മളൊരു തട്ടത്തുള്ള വയർ ഗിയർ അതിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകാം. അതായത് പിന്നെ വീണ്ടും ഒരു വയറിൻ്റെയോ നൂലിൻ്റെയോ ആവശ്യമില്ല. നമ്മളെടുത്ത ആ ഒരു സംഭവം കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ മതി. അപ്പം അത് നമ്മളെന്ന് വെച്ചാൽ ഓരോ ബേഡ്സിൽ കൂടി പാസ് ചെയ്തിട്ട് ആ ഒരു ലെങ്ത്ത്, അതായത് നമ്മൾ ആ വലിയൊരു വട്ടം കാണുന്നുണ്ടല്ലോ, അവിടത്തേക്ക് നമ്മളെ വയേഴ്സ് എത്തിക്കുക ചെയ്താൽ പിന്നെ അവിടെ നിന്നാണ് പിന്നെ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കാണിക്കുന്ന പോലെ നമ്മൾ
ഒരു വയറിൻ്റെ ഒരറ്റം പാസ് ചെയ്തിട്ട് നമ്മളെടുത്ത ആ ഒരു ബീഡിനേക്കാളും കുറച്ചും കൂടി വലിയ സൈസിലുള്ള ബീഡാണ് എടുക്കേണ്ടത്. എടുത്തിട്ട് നമ്മൾ ഏത് കൂടിയാണോ എടുത്തത് അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഡയറക്ഷനിൽ നമ്മളെ വയർ ഗിയർ പാസ് ചെയ്യാം. എന്നിട്ട് ടൈറ്റായിട്ട് ഫേമായിട്ട് പിടിക്കാം. തിരിച്ച് ഓപ്പോസിറ്റ് അതേപോലെ തിരിച്ച് കൊണ്ടുവരിക. എന്നിട്ട് ഏത് കൂടിയാണോ നമ്മൾ എടുത്തത് അത് കൂടി തന്നെ കൊണ്ടുവരാം, പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ആ ബാക്കിയുള്ള 3 പേഴ്സിലെയും കൂടി കൊണ്ടുപോവുകയാണ് വേണ്ടത്. അതായത് മൊത്തത്തിൽ കൊണ്ടുപോവുക. എവിടെ അപ്പം എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഏറ്റവും തറ്റത്തുണ്ടായിരുന്നത് ഇതിലേക്ക് കൊണ്ടുവന്നത് പോലെ ബാക്കിയുള്ള ഓരോ ബീഡ്സ് ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് കൂടി വയർ ഗിയർ കടത്തി വിട്ട് നമുക്ക് എവിടെയാണോ ഇനി രണ്ടാമതായിട്ട് ഇനി നമുക്ക് ഈ നമ്മുടെ പേൾ ഇൻസേർട്ട് ചെയ്യേണ്ടത് അവിടം വരെ ഈ വയർ ഇങ്ങനെ പാസ് ചെയ്ത് കൊണ്ടുവരികയാണ് വേണ്ടത്. ആദ്യത്തെ ഒരൊറ്റൊരു സ്റ്റെപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബാക്കി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇത് ചെയ്യുന്നില്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്തി ആ ഹോൾ അങ്ങനെ തന്നെ വേണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. ഇനി ബീഡ്സിൻ്റെ കളറ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ വലിയ കളർ ഒരു പേള് ഞാൻ വെച്ചല്ലോ, അത് കുറച്ച് നല്ല, അതായത് ഗോൾഡൻ കളറൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി എടുപ്പ് കിട്ടും. അപ്പോൾ നിങ്ങളതിന് ഉള്ള ബീഡ്സിനനുസരിച്ച് ചെയ്തോളൂ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ബീഡ്സ് മാത്രമാണ് ഉള്ളത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോയി വാങ്ങാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട് ഉള്ളത് വെച്ച് ഇപ്പോൾ ചെയ്ത് കാണിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടാനുസരണം മാറ്റാം കേട്ടോ. ബാക്കിയുള്ള നമ്മുടെ സംഭവങ്ങൾ, അതായത് വയർ ഗിയർ നമുക്ക് ഇതേപോലെ പാസ് ചെയ്ത് ഉള്ളിലേക്ക്, അതായത് ഓരോ ബീഡിൻ്റെ അകത്തേക്കും കടത്തി വെച്ച് കഴിഞ്ഞാൽ അതവിടെ തന്നെ നിന്നോളും, ഫിക്സായിട്ട് നിന്നോളും. പൊട്ടിപ്പോകുന്നതൊക്കെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കെട്ടിട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പം ഞാൻ കംപ്ലീറ്റ് അത് ഓരോന്നിൻ്റെ അകത്ത് കൂടി പാസ് ചെയ്ത് ഒരു ടൈറ്റായിട്ടൊരു നോട്ട് പോലെ കെട്ടിക്കൊടുത്താൽ നമ്മുടെ സംഭവം റെഡിയായി. ഇനി ഇങ്ങനെ റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചെയിൻസൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് മാലയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളെ കയ്യിലുള്ളൊരു സാധനമാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമല്ലേ എന്ന് വെച്ചിട്ട് നമ്മൾ മാലകളൊക്കെ വാങ്ങുമ്പോൾ ഒരു ത്രെഡ് കിട്ടാറുണ്ടല്ലോ, ഇങ്ങനെ നമുക്ക് മൈക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല, അതായത് ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സംഭവമല്ലേ. അപ്പോൾ അത് രണ്ടറ്റത്തും വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചോക്കറാകുമ്പോൾ കുറച്ചും കൂടി ഫേമായി കിട്ടും. ഇപ്പോൾ രണ്ടാമത് ഞാൻ കാണിച്ചില്ലേ, ഇതിപ്പോൾ വയർ ഗിയർ കൊണ്ട് ചെയ്തതാണ്, നല്ല ഫേമായിട്ട് കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ വെച്ചാൽ നൂല് കൊണ്ടാണ്, അപ്പോൾ കുറച്ചും കൂടി ഒരു ലൂസായിട്ട് പോലെ കിട്ടും. അപ്പോൾ മാലയായിട്ട് ഉപയോഗിക്കാൻ അതാണ് നല്ലത്. അതിൽ ഞാൻ ചെറിയതാണ് യൂസ് ചെയ്തത്. ഇനി നമുക്ക് ഇതുപോലത്തെ ഹൂപ്സൊക്കെ കിട്ടുമല്ലോ, അപ്പോൾ അത് ഇതിൻ്റെ 2 തറ്റത്തുമായിട്ട് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ട്, ഇതാണ് ഞാൻ പറഞ്ഞ ആ ചരട് കൊണ്ട് ജസ്റ്റ് ഫിക്സ് ചെയ്ത് കൊടുത്താൽ സംഭവം കഴിഞ്ഞു. നമുക്ക് ഇഷ്ടാനുസരണം ടൈറ്റ് ചെയ്ത് ഉപയോഗിക്കാം. ലൂസ് ചെയ്യണമെങ്കിൽ ലൂസ് ചെയ്യാം. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ചീനി വാങ്ങി പൈസ കളയണ്ട. ഒരൊറ്റൊരു ത്രെഡ് ഉണ്ടെങ്കിൽ തന്നെ എത്ര മാല ഉണ്ടാക്കിയാലും നമുക്ക് മാറ്റി റീപ്ലേസ് ചെയ്ത് യൂസ് ചെയ്യാം. മാലയാകുന്ന സമയത്ത് ഇതുപോലെ ഫ്ലെക്സിബിൾ ആയിരിക്കും. നൂലുകൊണ്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് മാലയായിട്ട് യൂസ് ചെയ്യാം. നേരെ മറിച്ച് നമ്മൾ വയർ ഗിയറിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ഒരു ലൂസായി കിടക്കില്ല, അതിങ്ങനെ ടൈറ്റായിട്ട് ഇങ്ങനെ ഉറച്ച് നിൽക്കും. അപ്പോൾ അങ്ങനത്തെ ഉള്ളതാണ് ചോക്കറിൽ ചെയ്യാൻ ഇഷ്ടം. ഇത് നമ്മൾ മുന്നേ ചെയ്തൊരു മാലയാണ്, ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കില്ലല്ലോ. അതുപോലെ നിങ്ങൾ ചെയ്ത ഫോട്ടോസ് എനിക്ക് അയച്ചു തരിക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.